എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ. ഇന്നലെ ട്യൂണ മീൻ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. ഷെഫ് ശ്രീ കമറുദ്ദീൻ കുടുംബവും വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുവന്നതാണ്. അടിപൊളി സൂപ്പറായിട്ടുണ്ട് ബിരിയാണി. കോയാസ് കോർണർ റോഡരികിലുള്ള ഇരുനില കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ താമസം. AC സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ആകർഷകമായ മോഡിഫൈ ചെയ്ത ഫർണിച്ചറുകളുള്ള റൂം. മുകളിൽ നിന്നും എടുത്ത വീഡിയോ ആണിത്. വൃത്തിയുള്ള ചപ്പ് ചവറുകളില്ലാത്ത കോൺക്രീറ്റ് റോഡ്. റോഡിന് 2 മീറ്ററോളം വീതിയേ ഉള്ളൂ. ബസ്സും ലോറിയും ഒന്നും ഓടാനില്ലല്ലോ. പ്രധാന വാഹനം കാറ്, ബൈക്ക്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ ആണ്. ജനകീയ വാഹനം സൈക്കിൾ തന്നെ. കയറ്റവും ഇറക്കവും ഒന്നും ഇല്ലാത്ത ഇവിടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് പ്രധാനമായും സൈക്കിളിൽ തന്നെ. നാടിനെ അറിയാനാണ് നമ്മൾ പോകുന്നത്. വിവിധ ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. കുട്ടിക്കാലം ഓർത്ത് എല്ലാവർക്കും ഊഞ്ഞാലാടാനാണ് ഏവർക്കും ഇഷ്ടമായത്. എല്ലാ ബീച്ചുകളിലും ആ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. ഐ ലവ് സീ വ്യൂ എന്ന ബീച്ചിലാണ് നമ്മളിപ്പോൾ. ഒരു കടൽക്കാക്കയുടെ ചുണ്ടുപോലെ ആകൃതിയുള്ള മരം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഷൂട്ടിങ്ങിനായി. വിശാലമായ കടൽ തീരം, മനസ്സിൽ തങ്ങി നിൽക്കുന്ന സീനറികൾ. കടൽ തീരമെല്ലാം പൂവുള്ള പരവതാനി വിരിച്ച പോലെയാണ്. നല്ല വെളുത്ത കടൽ തീരം, അരിപ്പൊടി വിതറിയതുപോലെ. ഈ പച്ച ബോക്സ് കണ്ടോ? വൈദ്യുതി പോസ്റ്റിൽ ഉള്ളതാണ്. മണ്ണിനടിയിലൂടെയാണ് വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും ലൈൻ വലിച്ചിട്ടുള്ളത്. വലിയ ഡീസൽ ജനറേറ്റർ പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ മുഴുവൻ സമയവും കറണ്ട് ഉണ്ടാകും. കറണ്ട് കട്ട് ഇല്ല എന്ന് സാരം. പല വീടുകളുടെയും ഇടയിൽ കൂടിയാണ് ബീച്ചിലേക്കുള്ള വഴികൾ. നമ്മുടെ നാട്ടിലെ പോലെ വീടുകൾ തമ്മിൽ വൻ മതിൽ കെട്ടി വിഭജിച്ചിട്ടില്ല ഇവിടെ. ഇവരുടെ മനസ്സ് പോലെ തന്നെ. ഊഞ്ഞാലാടിയിട്ട് മതി വരുന്നില്ല പലർക്കും. അവിടെയും ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ. ആട്ടിക്കൊടുക്കാനും ആടാനുമെല്ലാം മുന്നിലാണിവർ. ഞങ്ങൾ ഒറ്റയ്ക്ക് ആടിക്കോളാന്നാ ചിലരുടെ അഭിപ്രായം. ആരും സഹായിക്കണ്ട.
മിനോ മീൻ. നമ്മളെ നാട്ടിലുള്ള പോലെ മത്തി അയല കൂടുതലായി ഇവിടെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പ്രധാനമായും ടൂണ, നമ്മൾ പറയുന്ന തൂണ, ഇവ തന്നെ രണ്ട് നിറത്തിലുണ്ട്. ഒന്നിൻ്റെ ഉൾഭാഗം വെളുത്തതാണ് മാംസം, മറ്റതിൻ്റേത് ഇരുണ്ട ചുവപ്പ് നിറമുള്ളതാണ്. ഇതാണ് പപ്പൻസ്. നമ്മുടെ നാട്ടിലെ 300 രൂപ 400 രൂപ കൊടുക്കണം 1 കിലോ പപ്പൻസ് മത്സ്യത്തിന്. ഇവിടെ 1 കിലോയ്ക്ക് വെറും 70 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 300-400 രൂപ വിലയുള്ള പപ്പൻസ് മീനിന് ഇവിടെ 70 രൂപ മാത്രം. ഇതാ ഞങ്ങളും വാങ്ങി ഈ വലിയ ഒരെണ്ണം. വൃത്തിയായി മുറിച്ച് തരുന്നു. കട്ടിങ് ഫീസൊന്നും ഇല്ല. പപ്പൻസ് നല്ല രുചിയുള്ള മത്സ്യമാണ്. കാഴ്ചകൾ കണ്ട് മതിയാകുന്നില്ല ഓരോരുത്തർക്കും. ഇതാ ഇവിടെ സന്ദർശിക്കാൻ വരുന്ന VIP-കൾക്കുള്ള റെസ്റ്റ് ഹൗസാണ്. നമുക്കൊന്നും ഇവിടെ പ്രവേശനമില്ല, സാധാരണ പൗരന്മാർക്ക്. തെങ്ങുകൾ നോക്കിയേ. നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങുകൾക്ക് തടം തുറക്കുകയോ വളം ഇടുകയോ ഒരു പരിപാടിയും ഇവിടെ ഇല്ല കേട്ടോ. പ്രകൃതി തന്നെ കനിഞ്ഞ് നൽകിയിട്ടുള്ള വിളവാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ വീട്ടിലും ഇതുപോലുള്ള ചെറിയ വീടുകളുണ്ട്. അവിടെയാണ് ഈ ആടുകളെയും കോഴികളെയും താറാവുകളെയും ഒക്കെ വളർത്തുന്നുണ്ട്. ഇത് ഓരോ കുടുംബത്തിൻ്റെയും വരുമാന മാർഗങ്ങൾ കൂടിയാണ്. ഇവിടുത്തെ മൊബൈൽ ടവർ, ഇവിടെ എയർടെല്ലും അതുപോലെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. എയർടെല്ലും BSNL സിമ്മുള്ളവർക്ക് മാത്രമേ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയൂ. ഈ ആടുകൾക്കൊക്കെ എന്താണാവോ ഇവർ ഭക്ഷണം കൊടുക്കാറ്? ഇവ കണ്ടോ, പവിഴപ്പുറ്റുകളാണ്. ഇവയൊന്നും ജീവനില്ലാത്തവയാണ്, അതുകൊണ്ട് കൂട്ടിയിട്ടതാണ്. ഇവ